ജീവിതത്തില് കപടമായ പലതും ഉള്ളതായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ധർമ്മത്തിന് ഒരു കപടതയുള്ളതായിട്ട് അറിയാമോ? അതിനെയാണ് പ്രതീതധർമ്മം അഥവാ സ്യൂഡോധർമ്മ എന്ന് പറയുക. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. പറയുന്നത് എങ്ങനെയാണ്: occupation and pseudodharma. Work without purpose leads to self-alienation. തൊഴിലും പ്രതീതധർമ്മവും. ആധുനിക സമൂഹം മനുഷ്യന് യാന്ത്രിക ജീവിത വ്യവസ്ഥയുടെ ഒരു കോശമാക്കി മാറ്റിയിരിക്കുന്നു. ഇതോടെ വ്യക്തിയുടെ ധാരണകളും ഭാവനകളും സഹജധർമ്മത്തിൽ നിന്ന് അകന്ന് പുറം ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. വേദന കേന്ദ്രീകൃതമായ ഈ പ്രതീതധർമ്മം വ്യക്തിയെ സ്വന്തം വാസനകളിൽ നിന്നും ശേഷികളിൽ നിന്നും അകറ്റി സ്വയത്തെ നഷ്ടപ്പെടുത്തുന്നു. തൊഴിൽ സ്വധർമ്മവുമായി യോജിക്കുമ്പോഴാണ് ജീവിതം സംതൃപ്തവും അർത്ഥപൂർണവുമാകുന്നത്. ഇതാണ് ഇപ്പൊ ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ ധർമ്മത്തിന് ഒരു പ്രതീതാവസ്ഥ കേൾക്കുമ്പോ നമുക്ക് ഒരു കൗതുകം തോന്നുമായിരിക്കും. ധർമ്മത്തിന് ഒരു പ്രതീത സ്വഭാവം. പ്രതീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർച്വൽ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ളത് എന്താ വെച്ചാൽ സ്യൂഡോ എന്നുള്ളതാണ്. നമ്മൾ സ്യൂഡോ സയൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, സ്യൂഡോ ഹങ്കർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എവിടെയാണ് ഈ സ്യൂഡോ ധർമ്മം ഉണ്ടാകുന്നത്? സമൂഹം നമ്മുടെ നാട്ടില് ഒരു യാന്ത്രിക ജീവിത വ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടല്ലേ. അതായത് എങ്ങനെയാണ് ഇത് സംഭവിക്കേണ്ടത്, ആ സംഭവിക്കുന്നതിനും പകരം അതിന് വ്യത്യസ്തമായിട്ട് ഒരു ജീവിത ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വ്യവസ്ഥകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഒരു വ്യവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇവൻ സെൽഫായിട്ട് ലേൺ ചെയ്ത് പോകേണ്ടതിന് പകരം അവന് ഒരു പ്രത്യേക ടെക്നിക് എന്നുവെച്ചാൽ ജീവിത വ്യവസ്ഥ മറിച്ചിടാൻ പാകത്തിലുള്ള ഒരു ടെക്നിക്. ആ ടെക്നിക്കിനെയാണ് നമ്മൾ വിദ്യ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ജീവിത ധർമ്മം നടപ്പിലാക്കാനുള്ള മറ്റൊരു സ്ട്രാറ്റജിയാണ് തൊഴിൽ. ഇവിടെ പ്രകൃതി വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ മാറ്റിയിട്ട് നമ്മുടെ സൗകര്യത്തിന് മാത്രമായിട്ട് അതിനെ മാറ്റിയെടുക്കുന്ന ഒരു ഇക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഒരു സമ്പദ് വ്യവസ്ഥ. ഇങ്ങനെ വളരെ മെക്കാനിക്കലായിട്ട് സംഘടിതമായിട്ട് കുറെ വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ കേട്ടാൽ സത്യത്തിൽ ഇതൊക്കെ മാന്യതയാണെന്നും ഇതാണ് സത്യമെന്നും നമ്മൾ ധരിച്ചു വശാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒന്ന് മാറി നിന്ന് നോക്കിയാൽ ചിരി വരും. ഉദാഹരണത്തിന് നമ്മുടെ കല്യാണം എന്നുള്ള വിഷയം എടുക്കുക. കല്യാണം എന്ന് വെച്ചാൽ വിശിഷ്ടമായതെന്നാണ് അർത്ഥം. വിശിഷ്ടമായ ഒരു പ്രക്രിയക്ക്, വിശിഷ്ടമായ ഒരു ക്രമത്തിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന കല്യാണം എന്നുള്ള പ്രക്രിയ, പെണ്ണുകാണൽ എന്നുള്ള ചടങ്ങ് മുതൽ എന്ന് ആലോചിച്ചു നോക്കും. ഭൂമി മലയാളത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കുറെ പ്രക്രിയകൾ. ഇത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. എത്രയോ കോടി രൂപ റിസോഴ്സസ് ആ വഴിക്ക് തിരിക്കുന്നു. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ആർക്കെങ്കിലും? അപ്പോ ഇവിടെ എന്താ വെച്ചാൽ ആ വ്യക്തിയെ ആ വ്യവസ്ഥയുടെ ആവശ്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏത് വ്യവസ്ഥയുടെ? ഇപ്പൊ കല്യാണമാണെങ്കിൽ കല്യാണ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച്. കണ്ടിട്ടില്ലേ, ചെറുക്കനും പെണ്ണും ഒക്കെ സേവ് ദ ഡേറ്റ് ഒക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാനാണ്. സത്യത്തിലുള്ള വ്യവസ്ഥയിൽ നിന്നും ഒരുപാട് മാറിയിട്ടുള്ള ഒരു പ്രക്രിയ. അവിടെ ഈ കല്യാണം എന്നുള്ളത് വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് വിജയിക്കണമെങ്കിൽ, തൊഴിൽ എന്നുള്ളത് വിജയിക്കണമെങ്കിൽ ആ വിജയത്തിന്റെ പൊതു മാനദണ്ഡം എല്ലാവരിലും ഒരുപോലെ അടിച്ചേൽപ്പിക്കുകയാണ്. പൂച്ചയെ അല്ലെങ്കിൽ എന്താ പറയാ, ആമയെ മരം കയറാൻ പഠിപ്പിക്കുക, കുരങ്ങനെ നീന്താൻ പഠിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ വിജയത്തിന്റെ ആ പൊതു മാനദണ്ഡം ഉണ്ടാക്കി വെക്കുന്നു. എല്ലാവർക്കും ഇത്ര ഗ്രേഡ് കിട്ടണം, അല്ലെങ്കിൽ ഇന്ന പോലെ ആയിരിക്കണം, ഇന്ന പോലുള്ള കല്യാണം കഴിക്കണം, ഇന്ന പോലുള്ള വാഹനം വാങ്ങണം, ഇന്ന പോലുള്ള വീട് വെക്കണം. ആ പൊതു മാനദണ്ഡം എല്ലാവരിലും അടിച്ചേൽപ്പിക്കുന്നതാണ് ഈ യാന്ത്രിക വ്യവസ്ഥയുടെ കാരണം. സത്യത്തിൽ വ്യവസ്ഥകൾ മനുഷ്യനെ സഹായിക്കേണ്ടതാണ്. മനുഷ്യൻ വ്യവസ്ഥയുടെ അടിമയായിട്ട് മാറുമ്പോഴാണെങ്കിലോ ഇതൊരു പ്രശ്നമാണ്. മനുഷ്യൻ വ്യവസ്ഥയുടെ പാർട്ടാണ്.
ശരീരം എന്നുള്ള വ്യവസ്ഥയുടെ പാർട്ടാണ്, പ്രകൃതി എന്ന വ്യവസ്ഥയുടെ പാർട്ടാണ്, ജീവൻ എന്ന വ്യവസ്ഥയുടെ പാർട്ടാണ്. പക്ഷെ ആ വ്യവസ്ഥയുടെ ഒരു 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 സ്ലേവായിട്ട് മാറിയാലോ അവിടെ ഒരു കുഴപ്പം തന്നെയല്ലേ? ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വ്യവസ്ഥയുടെ ഒരു കോശമായിട്ട് മാറുന്നു വെച്ചാൽ കോശമാണ്. പക്ഷെ കോശമായി മാറുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആ യഥാർത്ഥ വ്യവസ്ഥയ്ക്ക് വരെ ഒരു യന്ത്രവ്യവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളെ യഥാർത്ഥ വ്യവസ്ഥയിൽ നിന്ന് വരും യന്ത്രവ്യവസ്ഥയുടെ കോശമായിട്ട് മാറുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ സ്വന്തം ധർമ്മം മറന്ന് വ്യവസ്ഥയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഏത് വ്യവസ്ഥയുടെ? നമ്മളിപ്പോ ഉണ്ടാക്കിയെടുത്ത ആ ആന്തരിക വ്യവസ്ഥയുടെ ഭാഗമായി മാറ്റുന്നു. ജീവിതം ആ തൊഴിലിനെ കേന്ദ്രീകരിച്ച് ആയിത്തീരുന്നു. തൊഴിൽ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണമാണെങ്കിൽ അതിനനുസരിച്ച് കൺസ്യൂമറിസത്തിന്റെ ആ ഒരു സംഭവങ്ങളിൽ അവിടെ വ്യക്തിത്വം എന്ന് പറയുന്നത് പദവികളിൽ ആണ് നിൽക്കുന്നത്. ആ പദവികളുടെ റെസ്പോൺസിബിലിറ്റിയിലാണ് ഒതുങ്ങുന്നത്. അതിനുമപ്പുറത്തേക്ക് ഫണ്ടമെന്റലി ഹു ആം ഐ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അങ്ങനെ ഒരു അവസ്ഥയില്ല. പകരം ഞാനെന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. വാട്ട് ആർ യു എന്നാണ് ചോദിക്കുക. ഹു ആർ യു എന്നുള്ള ചോദ്യം സത്യത്തിൽ ഇവിടെ ഇല്ലല്ലോ, ഉണ്ടോ? ഹു ആർ യു എന്നുള്ള അങ്ങോട്ട് ചോദിക്കുന്നവരും ഹു ആം ഐ എന്നുള്ള ചോദ്യമാണ് വേണ്ടത്. പക്ഷെ വാട്ട് ആർ യു എന്നുള്ള ചോദ്യമുണ്ട്, വാട്ട് ആം ഐ എന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത്. അപ്പോ ഈ വ്യക്തി എന്നുള്ളത് സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് മാറിയിട്ട് അവനൊരു ഒരു തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്നു. ഒരാൾ ഡോക്ടറാണ് എന്ന് പറയുന്ന സമയത്ത് അയാളുടെ വ്യക്തിയാണ് എന്നുള്ളതിനേക്കാളും അയാൾ ഇന്ന പ്രൊഫഷനാണ്, അയാൾ ഇന്ന കരിയറിലുള്ള ആളാണ് എന്നതാണ് അയാളുടെ പ്രസക്തി എന്ന രീതിയിലേക്ക് മാറി ചെല്ലുന്നു. ഈ പ്രതീതം എന്ന് പറഞ്ഞതിന്റെ ശരിക്കുള്ള ആ ഡിറക്ഷൻ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, എത്രത്തോളം നമ്മൾ റിയാലിറ്റിയിൽ നിന്നും മാറിപ്പോകുന്നു എന്നുള്ളത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെല്ലാം നിർണയിക്കുന്ന കാര്യം ധാരണയും ഭാവനയുമാണ്, അല്ലെ? ആ ധാരണയും ഭാവനയും ദിശയിൽ നിന്നും മാറിപ്പോകുന്ന ഒരവസ്ഥ, ദിശാഭേദം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവന്റെ അതായത് വ്യക്തിയുടെ ജീവിത ലക്ഷ്യങ്ങൾ പുറം ലോകം നിർണ്ണയിക്കാൻ തുടങ്ങുകയാണ്. ട്രെൻഡ് നിർണ്ണയിക്കുന്നു. ഇവൻ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം, ഏത് സമയത്ത് ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളത് എക്സ്റ്റേണൽ വേൾഡ്, കൺസ്യൂമറിസത്തിന്റെ വേൾഡ് തീരുമാനിക്കുന്നു. അവിടെ അവന്റെ സമ്പത്ത്, സ്ഥാനം, അംഗീകാരം തുടങ്ങിയത് അവന്റെ പ്രധാന ലക്ഷ്യങ്ങളാകുന്നു. ഇവന് ഭാവന ചെയ്യാനുള്ള, മൂർത്തരൂപങ്ങളല്ലാതെ ഭാവന ചെയ്യാനുള്ള ഒരു ശേഷി വന്നതുകൊണ്ടാണ് ഇവൻ ഇത്തരം കാര്യങ്ങൾ, സമ്പത്ത്, സ്ഥാനം, അംഗീകാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവന്റെ തലയിൽ പ്രധാന ബിംബങ്ങളായിട്ട് മാറിയത്. ഇത് ഈ മറ്റേ പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എക്സിസ്റ്റൻസിനും അപ്പുറത്തേക്ക് ഇത്തരം വിചാരങ്ങളില്ലല്ലോ. മനുഷ്യന് മാത്രം എന്തുകൊണ്ടാണ് ഇത് വേണ്ടി വരുന്നത്? ഇപ്പൊ പട്ടിക്ക് അംഗീകാരം ഇഷ്ടമാണ്, അതിന്റെ സ്പേസ് ഇഷ്ടമാണ്, അതിന് വേണ്ടുന്ന വിഭവങ്ങൾ ആവശ്യം. പക്ഷെ അത് എത്രയാണോ വേണ്ടത്, ഒരു ജീവിയുടെ എക്സിസ്റ്റൻസിന് എത്രയാണോ വേണ്ടത്, അത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ആവശ്യമില്ല. അതേസമയം മനുഷ്യന്റെ കാര്യത്തിൽ ഇതിന് ലിമിറ്റില്ല. നമ്മൾ പറയാറുണ്ട് ഈ മതി നരമ്പ് എന്ന് പറയും. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മതി എന്ന് പറയാനുള്ള ഒരു നരമ്പ് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യണമെന്നാണ്. ആ മതി നരമ്പ് വർക്ക് ചെയ്യാത്ത പോലെ നമ്മളെ ഏത് കാര്യത്തിനും മതി എന്ന് തോന്നിക്കുന്ന, സൈസ് റൈറ്റ്നെസ് തോന്നിപ്പിക്കുന്ന ആ ഒരു തോന്നല്, അതില്ലാത്തതിന്റെ കാരണം എന്താണ്? സഹജവാസനകൾ അവഗണിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഉള്ളിലെ സഹജമായിട്ടുള്ള വാസനകൾ എന്തുണ്ടോ അത് അവഗണിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് വേണ്ടതെന്ന് ഭാവന ചെയ്യാനുള്ള ശേഷി, എന്തു വേണം എന്നതിനനുസരിച്ച് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള പ്രേരണയുടെ ശേഷി, ഇത് സ്വധർമ്മത്തിൽ നിന്നും മാറിപ്പോകും. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത്ര കഴിച്ചത് കൊണ്ട് ഇനി എനിക്ക് കഴിക്കാൻ കഴിയില്ല, എന്റെ വയറ് ഫുള്ളായി എന്ന് തോന്നൽ ഭാവനയിൽ ഉണ്ടാവണം. അതോടുകൂടി ഇനി വേണ്ട എന്നുള്ള തീരുമാനം നടപ്പിലാക്കാനുള്ള പ്രേരണ, എന്റെ ശരീരം വഴി നടപ്പിലാക്കാനുള്ള പ്രേരണ എന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇത് രണ്ടും തോന്നിയില്ലെങ്കിലും പിന്നെയും തിന്നുകൊണ്ടിരിക്കും. അപ്പോ സത്യത്തിൽ ഇവിടെ മതി, പക്ഷെ നമ്മൾക്ക് ഭാവനയും പ്രേരണയും കൊണ്ട് ഇത് അറിയുന്നില്ല. ഇങ്ങനെ വരുമ്പോ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ജീവിതം തമ്മിൽ ഭയങ്കര സംഘർഷം ഉണ്ടാവും. ശരീരത്തിന് വേണ്ടാത്തത് നമ്മൾ ചെയ്യുന്നു, മനസ്സിന് വേണ്ടാത്തത് നമ്മൾ ചെയ്യുന്നു, പ്രാണന് വേണ്ടാത്തത് നമ്മൾ ചെയ്യുന്നു. അപ്പോ പർപ്പസ് എന്നുള്ളത് വേറെ ഒന്നാണല്ലോ, അല്ലെ? നമ്മുടെ ജീവിതം എന്താണോ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണോ അതാണ് പർപ്പസ്. ആ പർപ്പസിനനുസരിച്ചാണ് ശരീരം ഉണ്ടാകും. ആ ശരീരത്തിന് വേണ്ടതല്ല നമ്മൾ ചെയ്യുന്നത്. ശരീരവും പ്രവൃത്തിയും രണ്ടായി. ഈ അവസ്ഥയാണ് തൊഴിൽ എന്ന് പറയുന്നത്. പരിശോധിച്ചു. ഈ തൊഴിൽ എന്ന് പറയുന്നത് വേറൊരു ജോലി മാത്രമല്ല, നിങ്ങൾ ഫിസിക്കലി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് മാത്രമല്ല. തൊഴിൽ എന്നുള്ളത് ഒരാളെ കൈവശപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്, ഒരാളെ അക്യൂർ ചെയ്യുന്ന പരിപാടിയാണ്. അയാളുടെ പ്രൈവസി, അയാളുടെ ടൈം, അയാളുടെ സ്വത്വബോധം, അയാളുടെ മെന്റൽ ഡെഡിക്കേഷൻ, അയാളുടെ ഡിറക്ഷൻ, എല്ലാത്തിനെയും
പ്രൊക്യൂർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ തൊഴിൽ എന്ന് പറയുന്നത്. ഓക്യുപ്പേഷൻ എന്ന പദം തന്നെ കൈവശപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. ഒക്യുപ്പൈ ചെയ്യുക, അത് കൈവശപ്പെടുത്തലാണ്, അക്യൂർ ചെയ്യലാണ്. അവരുടെ സമയം, ശ്രദ്ധ, അവന്റെ ബോധം തുടങ്ങിയതെല്ലാം നമ്മൾ കൈവശപ്പെടുത്തണം. ഒരുത്തരം തൊഴിൽ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതാണ് അല്ലെ. ഞാൻ തൊഴിലാളികളെ ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം ഇതിനെക്കുറിച്ചുള്ള എനിക്കുള്ള ഒരു ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയാറില്ല. ശരിക്കും തൊഴിൽ എന്ന് പറയുന്നത് സ്വധർമ്മവുമായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിപരമായി മാറും, ഭാരമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാറും. സാധാരണ അങ്ങനെയല്ലല്ലോ നമ്മളിവിടെ സംഭവിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ശരിയായ ഒരു പർപ്പസ് എന്നുള്ളത് ഉണ്ടാവുക. ഇവിടെ ആ ശരിയായ രീതിയിലെ പർപ്പസ് നടക്കാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ആ സ്വധർമ്മത്തെ അല്ല, വേതനത്തെയാണ്. വേതനം എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പണം, ഈ പണം കൊണ്ട് എനിക്ക് നേടാവുന്ന കാര്യങ്ങൾ. അപ്പോ വേതന കേന്ദ്രീകൃതമാണ്. വേതനം എന്ന് പറയുന്നത്, ശമ്പളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് വഴി ചെയ്യണമോ, എന്തിലൂടെയെല്ലാം നമ്മൾ നേടേണ്ടതുണ്ടോ അത് മാറ്റിയിട്ട് വേറൊന്നിനെ അവിടെ റീപ്ലേസ് ചെയ്യുന്നതാണ്. പ്രതീതമായിട്ട്, വെർച്വൽ ആയിട്ട് അവിടെ സ്ഥാപിക്കുന്നതാണ്. ഈ വേതനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഏക ലക്ഷ്യം എന്ന് പറയുമ്പോൾ ധർമ്മം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ഉപജീവനം, അതായത് ആരോ എന്തൊക്കെയോ ചെയ്യുന്നു, ആ ജീവനത്തെ ഞാൻ ഫോളോ ചെയ്യുന്നു, അതാണ് ഉപജീവനം എന്ന് പറയുന്നത്. ഉപജീവനം എന്നുള്ളത് ജീവിതത്തിന്റെ ഉദ്ദേശത്തെ തന്നെ മാറ്റിമറിക്കുന്നു. ഗുണഭോഗമാണ് വേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉപഭോഗമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഗുണഭോഗത്തിന് പകരം ഉപഭോഗത്തിലേക്ക് മാറുമ്പോൾ ഉപജീവനം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വേതനം വാങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. ഈ വ്യക്തി വെളിയിലുള്ള കാര്യങ്ങളുടെ റിഫ്ലക്ഷൻസ് ആയിട്ട് ജീവിക്കേണ്ടി വരും. ഇത് ധർമ്മമല്ല, പ്രതിധർമ്മമാണ്, പ്രതീതധർമ്മമാണ്. നമ്മുടെ പർപ്പസേ അല്ല നടപ്പിലാക്കുന്നത്. ശരിക്കും ജീവിതത്തിൽ നയിക്കേണ്ട ഒരിക്കലും വേതനമല്ല, ധർമ്മമാണ്. ശമ്പളം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടല്ല. ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഇതുവരെ ജോലിക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ. ഇത് തുടക്കം മുതൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു എന്നുള്ളത്. ഈ പ്രതീതധർമ്മം എന്ന് പറയുന്ന സത്യത്തിൽ സ്വയത്തെ, നമ്മുടെ ആ ആത്മത്തെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തും. സ്വന്തം വാസനകളിൽ നിന്നും വ്യക്തി കൃത്യമായിട്ട് അകന്നു പോകും. സഹജശേഷികൾ അല്പം പോലും ഉപയോഗിക്കാതെ പോകും. നമ്മളിവിടെ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഇപ്പോ എത്രയോ ശേഷിയുള്ള ആളുകൾ പല ജോലികൾക്ക് പോയിട്ട് അവിടെ പോയി കുടുങ്ങിപ്പോകുന്നത്. അവർക്ക് പലപ്പോഴും ജീവിതം ഭയങ്കര അർത്ഥശൂന്യമായിട്ട് തോന്നും. അവർ വിജയിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ സംതൃപ്തി ഉണ്ടാവും. സംതൃപ്തി ഉണ്ടെങ്കിലല്ലേ ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് ഫലമുള്ളൂ, അല്ലെ? അത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ശരീരം ഈ മെനക്കിടുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ആ 3 ചാൻ വയറിലെ 3 നേരം ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയാണല്ലോ മനുഷ്യർ ഇതെല്ലാം ചെയ്യുന്നത്. ഉദരനിമിത്തം ബഹിർത വേഷം എന്നൊക്കെ പറയുന്നു. സത്യത്തിൽ സംതൃപ്തി എന്നതിന്റെ ലക്ഷ്യമാകട്ടെ, ഭക്ഷണം കിട്ടുന്നത് പറഞ്ഞിട്ടല്ല, സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് പണമാണെങ്കിൽ, വേതനമാണെങ്കിൽ, അങ്ങനെയാണെന്ന് ധരിച്ചു വശമായിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് പോവുകയെ നിവൃത്തിയുള്ളൂ. അവിടെ വിജയമൊക്കെ തരും, പക്ഷെ സംതൃപ്തി ശരിക്കും ഉണ്ടാവില്ല. സ്വയം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജീവിതം ഭയങ്കര ക്രൈസിസ്ഫുൾ ആയിരിക്കും, ടെൻസ്ഡ് ആയിരിക്കും, 24 മണിക്കൂറും ടെൻഷനിലായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വധർമ്മത്തിലേക്ക്, ഇത്തരം പ്രതീതധർമ്മങ്ങളിൽ നിന്ന് സ്വധർമ്മത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് യഥാർത്ഥ മോചനം എന്ന് പറയുന്നത്. ലിബറേഷൻ എന്ന് പറയുന്ന സംഭവം, മോക്ഷം എന്ന് പറയുന്നത് സ്വധർമ്മത്തിലേക്കുള്ള മടക്കയാത്രയാണ്. നിങ്ങൾ ഈ പ്രതീതധർമ്മത്തിൽ നിന്നും മാറി മറ്റുള്ളവയെല്ലാം എടുത്ത് തിരസ്കരിച്ച് യഥാർത്ഥ ധർമ്മത്തിലേക്കുള്ള തിരിച്ചു വരാൻ സന്യാസം എന്ന് പറയുന്നത്, മറ്റുള്ളവയെ അംഗത്ത് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ. മനസ്സിലാക്കുക, തൊഴിൽ എന്ന് പറയുന്നത് ജീവിതത്തിലൊരു ഭാഗമാണ്. നമുക്ക് വരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്, നമ്മൾ ചെയ്യേണ്ടി വരുന്നു. സത്യത്തിൽ അത് ജീവിത ധർമ്മമേ അല്ല. നമ്മൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഗതികേടാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഗതികേടാണ്. അത് ജീവിത ധർമ്മമല്ല.
അങ്ങനെ ഒരു തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് അത് ജീവിത ധർമ്മവുമായിട്ട് യോജിക്കുമ്പോൾ ജീവിതാർത്ഥപൂർണ്ണമാവും. നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്തണം എന്നൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇതുമായി ചേർത്ത് വയ്ക്കാൻ നമുക്ക് അങ്ങനെ ഇഴുകുന്നൊരവസ്ഥയാണെങ്കിൽ അങ്ങനെ ഒരു തൊഴിൽ ചെയ്യണം നിർബന്ധമല്ല പറയുന്നത്. തൊഴിൽ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നിൽക്കേണ്ടി വരുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ധർമ്മമല്ലാതെ ചെയ്യുന്ന തൊഴിൽ ഒരിക്കലും സംതൃപ്തി തരില്ല. പകരം ധർമ്മവുമായി യോജിക്കുന്ന ഒരു തൊഴിലാണ് സമയത്ത് അത് അർത്ഥപൂർണമാകും. സ്വധർമ്മം ഇല്ലാതെയാണ് നിങ്ങൾ തൊഴിൽ ചെയ്തിരുന്നെങ്കിൽ അത് ക്ഷീണം ഉണ്ടാക്കും, ഭയങ്കര ടയർഡ്നെസ് ഉണ്ടാക്കും, ശൂന്യത ഉണ്ടാക്കും. നിങ്ങളുടെ തൊഴിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വയത്തെ പ്രകടിപ്പിക്കാനുള്ള മാർഗമായി മാറുന്നു. ധർമ്മമാണ് ജീവിതത്തിന്റെ കേന്ദ്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ അടിസ്ഥാന ധാരണയായിട്ട് മാറുന്നു. തൊഴിൽ അതിന്റെ ഒരു പ്രകടന രൂപമാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അത് ധർമ്മവുമായി ചേർന്നതായിരിക്കണം. അല്ലാത്തതാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. അതിൽ നിന്നും മാറണമെങ്കിൽ സ്വധർമ്മത്തിൽ കൂടുതൽ ബലം വരേണ്ടി വരും. അപ്പൊ മനസ്സിലാക്കുക, എന്താണെങ്കിലും ആധുനിക സമൂഹം മനുഷ്യനെ യാന്ത്രിക ജീവിത വ്യവസ്ഥയുടെ ഒരു കോശമാക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതായത് സ്വധർമ്മത്തെ മാറ്റി യാന്ത്രിക ജീവിത വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റി. ഇതോടെ വ്യക്തിയുടെ ധാരണകളും ഭാവനകളും സഹജധർമ്മത്തിൽ നിന്ന് അകന്ന് പുറം ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറും. അവിടെ വേതന കേന്ദ്രീകൃതമായിട്ടുള്ള ശമ്പള കേന്ദ്രീകൃതമായിട്ടുള്ള ഈ പ്രതീത ധർമ്മം അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ധർമ്മം, സ്യൂഡോ ധർമ്മം വ്യക്തിയെ സ്വന്തം വാസനകളിൽ നിന്നും ശേഷികളിൽ നിന്ന് അകറ്റി സ്വയത്തെ നഷ്ടപ്പെടുത്തുന്നു. അവിടെയാണ് ആ അലിയനേഷൻ എന്നുള്ള പ്രക്രിയ ഉണ്ടാവുന്നത്. തൊഴിൽ സ്വധർമ്മവുമായി യോജിക്കുമ്പോഴാണ് ജീവിതം സംതൃപ്തവും അർത്ഥപൂർണവുമായി മാറുന്നത്. ഇനി പരിശോധിക്കുക, നിങ്ങൾക്ക് ആ സംതൃപ്തി ലഭിച്ചിട്ടുണ്ടോ, ലഭിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് അത് പൂർത്തീകരിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുക. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.